Hi everyone, welcome back to our YouTube channel. ഞാൻ മറീന പിറജി. ദിസ് ഈസ് യുറേക്ക ക്രാഷ് കോഴ്സ് അക്കാഡമി. അപ്പോൾ ഇന്നിവിടെ നമ്മളൊരു NDPCയുടെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ തുടങ്ങിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം 2022 എക്സാംസിൻ്റെ ഒരു കളക്ഷനാണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ SSC എക്സാമിൻ്റെ കലണ്ടർ പബ്ലിഷ് ചെയ്ത്, അതുപോലെ തന്നെ NDPC എക്സാം, ഗ്രൂപ്പ് ഡി എക്സാം എല്ലാം അടുത്ത വർഷം വരുവാണ്. നമുക്കറിയാം NDPCയുടെ ടാറ്റു ഫെബ്രുവരി 14 തൊട്ട് 18 വരെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി 23 ഫെബ്രുവരി 23 സ്റ്റാർട്ട് ചെയ്യുന്നു. SSCയുടെ കലണ്ടർ അനുസരിച്ച് CGL ഏപ്രിൽ തുടങ്ങും, അതുപോലെ CHSL മെയിൽ. അങ്ങനെ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്കറിയാം GK എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് GK. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? GK എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് GK. പക്ഷേ അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. GK നമുക്കറിയാം അൺപ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും കരുതും എന്തിനാണ് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇനി അത് വേസ്റ്റേജ് അല്ലേ എന്ന് വെച്ചാൽ ഒരിക്കലും വേസ്റ്റേജ് അല്ല. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ചില ഷിഫ്റ്റിലെ ക്വസ്റ്റ്യങ്ങൾ അതുപോലെ അടുത്ത ഷിഫ്റ്റിന് അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷിഫ്റ്റിലെ ചോദ്യങ്ങൾ തേർഡ് ഷിഫ്റ്റ് വരാം, അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ക്വസ്റ്റ്യനകത്ത് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ചോദിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം NDPC എക്സാം ആയിക്കോട്ടെ, SSC എക്സാം ആയിക്കോട്ടെ, അത് നടത്തുന്നത് ഇപ്പോൾ TCS ആണ്. അപ്പോൾ TCSൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് അവർ GK ക്വസ്റ്റ്യൻസ് എന്തായാലും അവർ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഓരോ അറിവാണ്. അതൊരിക്കലും നമുക്കൊരു വേസ്റ്റേജ് അല്ല, ഏതൊരു എക്സാമിനും അത് ഉപകാരം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം GKയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ NDPCയുടെ ടാറ്റുവിന് GK 50 ക്വസ്റ്റ്യനാണുള്ളത്. അപ്പം അത്രമാത്രം നമുക്ക് എന്താണ് സെലക്ഷനെ ബാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് GK. ഓക്കെ, അപ്പം ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് NDPCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓഫ് GK. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഇടും. ഇത് NDPCക്ക് മാത്രമല്ല, ഗ്രൂപ്പ് ഡിക്ക് ആയിക്കോട്ടെ, SSCയുടെ എക്സാമിന് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ്, ഓരോരോ പോയിന്റ്സ് ആണ്, ബോണസ് മാർക്കാണ് നമുക്ക് കിട്ടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ എക്സാംസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്രൈ അവർ ബെസ്റ്റ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഇത് പ്രീവിയസ് ഇയർ കേട്ടോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ ബ്രിക്സ് വിച്ച് കൺട്രി ഈസ് ഡിനോട്ടഡ് ബൈ B? നമുക്കറിയാം ബ്രിക്സിനകത്ത് ടോട്ടൽ എത്ര ഉണ്ട്? 5 കൺട്രീസ് ഉണ്ട്. അതിനകത്ത് B എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബ്രസീൽ. R റഷ്യ. I for ഇന്ത്യ. C ചൈന. ആൻഡ് S എന്താണ്? സൗത്ത് ആഫ്രിക്ക. ഓക്കെ, S സൗത്ത് ആഫ്രിക്കയാണ്. ബ്രിക്സ് എന്നതിനകത്ത് അപ്പം ആൻസർ എന്താണ്? ഇൻ ബ്രിക്സ് വിച്ച് കൺട്രീസ് ഡിനോട്ടഡ് ബൈ B? ബ്രസീൽ. ഓക്കെ, ഇനി ബ്രിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം 2006 ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, എക്സ്റ്റാബ്ലിഷ് ചെയ്ത് 2006 ഇനിഷ്യലി 4 കൺട്രീസേ ഉള്ളായിരുന്നു. 2010 ആരും കൂടെ വന്നത്? സൗത്ത് ആഫ്രിക്കയും കൂടെ ജോയിൻ ചെയ്തത് 2010. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ, ബ്രിക്സിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഷാങ്ഹായ് ചൈനയാണ്. ഓക്കെ, റീസെൻ്റ് ആയിട്ടൊരു ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 13th ബ്രിക്സ് സബ്മിറ്റ് എവിടെ നടന്നു? 13th ബ്രിക്സ് സബ്മിറ്റ് നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ക്വസ്റ്റ്യൻസ് ആണ്. 13th ബ്രിക്സ് സബ്മിറ്റ് എന്ന് നടന്നു? 9th സെപ്റ്റംബർ 2021. ആരാണ് ആതിഥേയത്വം വഹിച്ചത്? ഇന്ത്യയാണ്. ഓക്കെ, 13th ബ്രിക്സ് സബ്മിറ്റ് നടന്നത് 9th സെപ്റ്റംബർ 2021 ആണ്, ഇന്ത്യയിലായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ 12th എവിടെ ആയിരുന്നെന്ന് മേ ബി ചോദിക്കാം. NDPCക്ക് ചിലപ്പം മേ ബി ക്വസ്റ്റ്യൻസ് വരാം. 12th എവിടെയായിരുന്നു? 12th സബ്മിറ്റ് എവിടെയായിരുന്നു നടന്നത്? 12th 2020 എവിടെയായിരുന്നു നടന്നത്? റഷ്യയിലായിരുന്നു. ഓക്കെ, 12th ബ്രിക്സ് സബ്മിറ്റ് നടന്നത് റഷ്യയിലായിരുന്നു. റീസെൻ്റ് ആയിട്ട് 13th ബ്രിക്സ് സബ്മിറ്റ് നടന്നു, അത് ഇന്ത്യയിലായിരുന്നു. 9th സെപ്റ്റംബർ 2021 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് മഹാറാണ പ്രതാപ് ഹോഴ്സ്? നമ്മൾ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ മഹാറാണ പ്രതാപിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. മഹാറാണ പ്രതാപിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി അല്ലേ? ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി. ഓക്കെ, ആരൊക്കെ തമ്മിലായിരുന്നു?
മഹാറാണ പ്രതാപും അക്ബറും കൂടെ ആണല്ലോ. മഹാറാണ പ്രതാപ് വൈസസ് അക്ബർ, അവർ തമ്മിലുള്ള വാറായിരുന്നു, ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി. എന്നായിരുന്നു വർഷം? വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാം. 1576 AD ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി. അപ്പം മഹാറാണ പ്രതാപ് ആരാണ്? രജപുത്ത് കിങ് ആണ്. ഓക്കെ, രജപുത്ത് കിങ് ഓഫ് എവിടുത്തെയാണ്? മേവാറിലെ. ഓക്കെ. അപ്പോൾ മഹാറാണ പ്രതാപിന്റെ ഹോഴ്സിന്റെ പേരെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ചേതക്. ചേതക് എന്നായിരുന്നു മഹാറാണ പ്രതാപിന്റെ കുതിരയുടെ പേര്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ടു തോട്ട് ടു ഹാവ് ഇൻവെന്റഡ് തെർമോസ്കോപ്പ്? തെർമോസ്കോപ്പ് ഇൻവെന്റ് ചെയ്ത ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? ഗലീലിയോ ആണ് തെർമോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഹാക്കർ? ഹാക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ആരാണ്? A person who uses computers to gain unauthorized access to data. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്, ഹാക്കേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്? എ പേഴ്സൺ ഹു സെൽ ഗുഡ്സ് ഇൻ സ്ട്രീറ്റ് ആണോ? ഒരിക്കലും അല്ല. എ പേഴ്സൺ ഹു സെൽ കമ്പ്യൂട്ടർ ഓൺലൈൻ ആണോ? അല്ല. നമുക്കത് ഓപ്ഷൻ വായിക്കുമ്പോഴേ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവും. NTPCയുടെ എക്സാമിന് കുറേ എണ്ണം നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഓപ്ഷനകത്തുനിന്ന് കിട്ടും. GK എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് GK. അവിടെ നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? ആർട്ടറീസ് ക്യാരീസ് ബ്ലഡ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത്, നമുക്കറിയാം ആർട്ടറീസ് എപ്പോഴും എന്തുവാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ഓക്സിജനേറ്റഡ് ആർട്ടറീസ് എന്ത് ചെയ്യും? ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എവേ ഫ്രം ഹേർട്ട് ആണ്. എവേ ഫ്രം ഹേർട്ട്, തെറ്റിപ്പോലും കേട്ടോ, ആർട്ടറീസും വെയിനും കൂടി തമ്മിൽ ആർട്ടറീസ്. അപ്പോൾ എന്ന് ഓർത്താൽ മതി, ആർട്ടറീസിന്റെ എയും എവേയും. ആർട്ടറീസ് എവേ ഫ്രം, ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം എവേ ഫ്രം ഹേർട്ട് ആണ്. ഹേർട്ടിൽ നിന്ന് എല്ലാ ഓർഗൻസിലേക്ക് എത്തിക്കുന്ന ആർട്ടറീസ് ആണ്. ഓക്കെ, ആർട്ടറീസ് എല്ലാം എപ്പോഴും എന്താണ്? ഓക്സിജനേറ്റഡ് പ്യുവർ ബ്ലഡ് ആണ് എപ്പോഴും ആർട്ടറീസ് കൊണ്ടുവന്നത്. പക്ഷെ ഒരു കേസുണ്ട്, എക്സെപ്ഷൻ ഏതാണ്? എക്സെപ്റ്റ് പൾമിനറി ആർട്ടറി. തെറ്റിപ്പോലെ കേട്ടോ, എക്സെപ്റ്റ് പൾമിനറി ആർട്ടറി. പൾമിനറി ആർട്ടറി എപ്പോഴും എന്താണ്? ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, പൾമിനറി ആർട്ടറി എപ്പോഴും ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എല്ലാ ആർട്ടറീസും എപ്പോഴും എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ എക്സെപ്റ്റ് ഒരാൾ എക്സെപ്ഷൻ ഉണ്ട്, ആരാണ്? പൾമിനറി ആർട്ടറി. അപ്പോൾ വെയിൻസ് എന്താണ്? വെയിൻസ് ക്യാരി ബ്ലഡ്, ഓർഗൻസിൽ നിന്ന് ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് വെയിൻസ്. എല്ലാ വെയിൻസും എന്ത് ചെയ്യും? ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ എക്സെപ്റ്റ് പൾമിനറി വെയിൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ആർട്ടറീസ് ക്യാരി ബ്ലഡ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഓക്സിജൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് നോട്ട് എ മെമ്മോറിയൽ ഓഫ് എ ഡെഡ് പേഴ്സൺ? ഇതിനകത്ത് ഏതാണ് ഡെഡ് പേഴ്സന്റെ മെമ്മോറിയൽ അല്ല? ടോംബ് ഇതിനകത്ത് ഏതാണ്? ബിബിക്ക് മക്ബാര. നമുക്കറിയാം ബിബിക്ക് മക്ബാര ഔറംഗസേബിന്റെ വൈഫിന് വേണ്ടി, മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ബിബിക്ക് മക്ബാര എന്താണ്? ഔറംഗസേബിന്റെ വൈഫിന്റെ മെമ്മറിക്ക് വേണ്ടി ഉണ്ട്. താജ്മഹൽ നമുക്കറിയാം ഷാജഹാന്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ചാർമിനാർ എന്താണ്? ആൻസർ അപ്പോൾ എന്താണ്? ചാർമിനാർ ഒരിക്കലും ഒരു ചോമ്പല്ല. ചാർമിനാർ എന്താണ്? ആരാണ്? മുഹമ്മദ് കുലി കുതബ് ഷാ ഇൻ 1591 പണിതതാണ് ഈ ചാർമിനാർ. അത് എന്തിനു വേണ്ട? ടു കമ്മമറേറ്റ് ദ ഇറാഡിക്കേഷൻ ഓഫ് പ്ലേഗ്. പ്ലേഗ് നീക്കിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിതതാണ് ചാർമിനാർ. ഓക്കെ, ചാർമിനാർ എവിടെയാണ്? ഹൈദരാബാദിലെ തെലുങ്കാന. ഓക്കെ, അതെന്നാണ് ബിൽഡ് ചെയ്തത്? 1591 ഇത്തബ് ഉൽ ദൗള, ഇത് നമുക്കറിയാം, ഇത് എന്താണ്? ടോംബാണ്. അപ്പോൾ ആൻസർ എന്താണ്? ചാർമിനാർ ആണ്. ഓക്കെ, ചാർമിനാർ ഇറാഡിക്കേഷൻ ഓഫ് പ്ലേഗിൻ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ മോണുമെന്റ് ഉണ്ടാക്കിയത്. ആരാണ് ഉണ്ടാക്കിയത്? ബിൽഡ് ചെയ്തത്? മുഹമ്മദ് കുലി കുതബ് ഷാ ഇൻ 1591 ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് സ്റ്റേറ്റ് കാർല ദ ഫേമസ് ഫോറസ്റ്റ് ബുദ്ധിസ്റ്റ് കേവ് ലൊക്കേറ്റഡ്? കാർല എന്ന് പറഞ്ഞ ഫേമസ് ബുദ്ധിസ്റ്റ് കേവ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്? എവിടെയാണ്? മഹാരാഷ്ട്ര. കാർല എന്ന് പറഞ്ഞ ഫേമസ് ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്, അത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ ഇല്ലോറ കേവ്സ് എവിടെയാണ്? അതും മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഇല്ലോറ കേവ്സും മഹാരാഷ്ട്രയിലാണ്. നെക്സ്റ്റ് വൺ, വെൻ വാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഓക്കെ, എന്നാണ്? 1951 ആണ്. 1951 ആണ് ഫസ്റ്റ് അമെൻമെന്റ് ആക്ട്. 1951 ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്?
ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? BR അംബേദ്കർ. BR അംബേദ്കർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൂ ഗേവ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ? ഡു ഓർ ഡൈ വളരെ ഫേമസ് സ്ലോഗൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൂ ഗേവ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ ഡ്യൂറിങ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ? ആരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി. ഓക്കെ, നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്തെ സ്പീച്ചിനകത്ത് അദ്ദേഹം പറഞ്ഞാണ് ഡു ഓർ ഡൈ. ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ സ്പീച്ചിനകത്ത് അദ്ദേഹം പറഞ്ഞാണ് ഡു ഓർ ഡൈ. ആരാണ്? മഹാത്മാഗാന്ധി പറഞ്ഞാണ്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് എന്താണ് പറഞ്ഞത്? ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം. ഇത് പറഞ്ഞ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ ആളാരാണ്? അദ്ദേഹമാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റാർലൈറ്റ് ടു ഓർബിറ്റ് അവർ മൂൺ? ഏതാണ്? ലൂണ 10. ലൂണ 10 ആണ് ഫസ്റ്റ് സ്റ്റാർലൈറ്റ് ടു ഓർബിറ്റ്. എന്നാണ്? 1966ലാണ് ലൂണ 10 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ആദ്യമായിട്ട് നമ്മുടെ മൂണിലേക്ക് പോയത്. പക്ഷെ നമുക്കറിയാം അപ്പോളോ 11 എന്താണ്? ഫസ്റ്റ് സ്പേസ് ഫ്ലൈറ്റ് ടു ലാൻഡ് ഹ്യൂമനിനെ മൂണിലേക്ക് കൊണ്ടുപോയതാണ്. ഓക്കെ, ഹ്യൂമൻസ് ടു മൂണിലേക്ക് കൊണ്ടുപോയതാണ്. ആരാണ് പോയത്? നമുക്കറിയാം നീൽ ആംസ്ട്രോങ് ഫസ്റ്റ് മാൻ ഓൺ മൂൺ ആണ്. ഓക്കെ, എന്നാ പോയെ? 20th ജൂലൈ 1969. ഓക്കെ, 1966 ആദ്യത്തെ സാറ്റലൈറ്റിനെ വിട്ടു മൂണിലേക്ക്. അതേതാണ്? ലൂണ 10 ആണ്. 1969 3 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യനെ മൂണിലേക്ക് അയച്ചു. ഏതാണ്? നീൽ ആംസ്ട്രോങ് ആണ് പോയത്. നീൽ ആംസ്ട്രോങ് വാസ് ദ ഫസ്റ്റ് മാൻ ഓൺ മൂൺ. ചോദ്യമാണ് കേട്ടോ. നീൽ ആംസ്ട്രോങ് വാസ് ദ ഫസ്റ്റ് മാൻ ഓൺ മൂൺ ആണ്. അപ്പോളോ 11 പോയത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫങ്ഷൻ ഓഫ് ദ ലെൻസ് ഇൻ അവർ ഐസ് ടു? നമ്മുടെ കണ്ണിനകത്തെ ലെൻസിന്റെ ഫങ്ഷൻ എന്താണ്? കവർ ദ ഐസ് ആണോ? അല്ല. സെൻഡ് മെസ്സേജസ് ഓഫ് ഇമേജസ് ടു ദ ബ്രെയിൻ ആണോ? അല്ല. ചേഞ്ച് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഐ ആണ് ആൻസർ. ഓക്കെ, നമുക്കറിയാം ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹൈൻഡ് ദ പ്യൂപ്പിളിന്റെ പുറകിലാണ്. ഓക്കെ, ഈ പ്യൂപ്പിളിന്റെ പുറകിലാണ്. അവിടെ എന്താണ്? സീലിയറി മസിൽസ് ഉണ്ട്. ഓക്കെ, സീലിയറി മസിൽസിന്റെ ആക്ഷൻ കാരണം എന്ത് ചെയ്യും? അതിന്റെ ആക്ഷൻ കാരണം ഷേപ്പ് ചേഞ്ച് ആവും. അന്നേരം ഫോക്കൽ ഡിസ്റ്റൻസ് കറക്റ്റ് ആക്കാനുള്ള ഫങ്ഷൻ ആണ് നമ്മുടെ ഈ ലെൻസിനുള്ളത്. ഓക്കെ, അപ്പൊ ചേഞ്ച് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഐ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മൂൺ ഡസ് ദ പ്ലാനറ്റ് മാർസ് ഹാവ്? ഓക്കെ, പ്ലാനറ്റ് മാർസിന് എത്ര മൂണുണ്ട്? എത്രയുണ്ട്? 2. 2 ഉണ്ട്. ഏതൊക്കെയാണ്? പൊബോസും ഡൈമോസും. ഓക്കെ, പൊബോസും ഡൈമോസും ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മൂണുള്ള പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ മൂണുള്ളത്. മാർസിന് 2 ഉള്ളൂ. ഏതൊക്കെയാണ്? പൊബോസും ഡൈമോസും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൂ ഇൻവെന്റഡ് പെൻസിലിൻ? പെൻസിലിൻ ആരാണ് കണ്ടുപിടിച്ചത്? ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇൻ 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് സിപ്രസ്? നിങ്ങൾക്കറിയാം ക്യാപിറ്റലും കറൻസിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഓഫ് സിപ്രസ് ഏതാണ്? നിക്കോസിയ ആണ് ക്യാപിറ്റൽ ഓഫ് സിപ്രസ്. കറൻസി എന്താണ്? കറൻസി യൂറോ ആണ്. ഓക്കെ, കറൻസി യൂറോ ആണ്. നമ്മൾ കറൻസിയുടെ ക്യാപിറ്റലിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, വരുന്നുണ്ട്. അത് കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. നമ്മൾ വേറെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ക്യാപിറ്റലും കറൻസിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും പ്രത്യേകം ഒരു ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ഇന്ത്യ ഹൂ ഈസ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്? ഓക്കെ, എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാണ്? ദ ഗവർണർ. ഗവർണറാണ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. മാറിപ്പോലെ കേട്ടോ, തിരിഞ്ഞു പോലെ. എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഗവർണറാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഗവൺമെന്റ് ആരാണ്? എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഗവൺമെന്റ് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ നോമിനൽ ഹെഡ് ഓഫ് ഗവൺമെന്റ് ആരാണ്? നോമിനൽ ഹെഡ് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. ഓക്കെ,
എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ചോദിച്ചാൽ ആൻസർ ഗവർണറാണ്. പക്ഷെ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ഗവൺമെന്റ് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ്. നോമിനൽ ഹെഡ് ഓഫ് ഗവൺമെന്റ് ചോദിച്ചാൽ ആരാണ്? പ്രസിഡന്റ് ആണ്. തിരിഞ്ഞു പോലും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. 5 year terms ആണ്, 5 years ടേംസിലാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ദിൻ ഇലാഹി വാസ് പ്രൊമോട്ടഡ് ബൈ. നമ്മുടെ മിഡീവലിന്റെ ക്ലാസ് കണ്ട എല്ലാവർക്കും ഇപ്പൊ പറയും ആരായിരുന്നു? ദിൻ ഇലാഹി അക്ബർ. അക്ബർ ആയിരുന്നു ദിൻ ഇലാഹി എന്ന് പറഞ്ഞൊരു ഇതെന്താണ്? റിലീജിയൻ ആണ് സ്ഥാപിച്ചത്. ആരാണ്? അക്ബർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ഇയർ വാസ് RBI നാഷണലൈസ്? RBI നാഷണലൈസ് ചെയ്തത് ഏത് വർഷമാണ്? RBI നാഷണലൈസ് ചെയ്തതെന്നാണ് 1949 ആണ്. 1935 എഴുതല്ലോ കേട്ടോ. ഓപ്ഷനകത്ത് നമ്മളെ തെറ്റിക്കാനായിട്ട് 1935ഉം 49ഉം തരും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം. RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണെന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മൾ മാറ്റി എഴുതണം. RBI നാഷണലൈസ് ചെയ്തത് എന്നാന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്തിട്ട് വേണം അത് എഴുതാൻ. ഓക്കെ, ഇൻ വിച്ച് ഇയർ വാസ് RBI നാഷണലൈസ്? നാഷണലൈസ് ചെയ്തത് എന്നാണ്? 1 January 1949 നാഷണലൈസ് ചെയ്തത്. പക്ഷെ എക്സ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? April 1, 1935. കണ്ടോ, ഓപ്ഷനകത്ത് 1935 ഉണ്ട് നമ്മളെ തെറ്റിക്കാനായിട്ട്. ഓക്കെ, RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 April 1935 ആണ്. പക്ഷെ നാഷണലൈസ്ഡ് ചെയ്തത് 1 January 1949. ഓക്കെ, ഹെഡ് ക്വാർട്ടർ എവിടെയാണ് RBIയുടെ? മുംബൈ ആണ്. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ്. ഓക്കെ, കറണ്ട് ഗവർണർ ഓഫ് RBI ശക്തികാന്ത ദാസ് ആണ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 April 1935 ആണ്. പക്ഷെ നാഷണലൈസ് ചെയ്തത് 1949 ആണ്. തിരിഞ്ഞു പോലെ കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ്? ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ് ഏതാണ്? ബൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയ അനുസരിച്ച് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്? ലേക്ക് സുപ്പീരിയർ. ഓക്കെ, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ് ബൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയ അനുസരിച്ച് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്? ലേക്ക് സുപ്പീരിയർ. ലേക്ക് സുപ്പീരിയർ എവിടെയാണ്? നോർത്ത് അമേരിക്കയിൽ. ഓക്കെ, നോർത്ത് അമേരിക്കയിലെ ലേക്ക് സുപ്പീരിയർ ആണ് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ സർഫസ് ഏരിയ, ഇൻ ടേംസ് ഓഫ് സർഫസ് ഏരിയ. ഓക്കെ ആണല്ലോ. ഇനി ലേക്ക് ബെക്കൽ ഉണ്ട്. ലേക്ക് ബെക്കൽ എന്താണ്? അത് വേൾഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. പക്ഷെ എന്തനുസരിച്ച്? ഇൻ ടേംസ് ഓഫ് വോളിയം. ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഇൻ ടേംസ് ഓഫ് വോളിയം എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ലേക്ക് സുപ്പീരിയർ എഴുതല്ല, ലേക്ക് ബെക്കൽ എഴുതണം. ഓക്കെ, സർഫസ് ഏരിയയുടെ ടേംസിലാണെങ്കിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ലേക്ക് സുപ്പീരിയർ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഫ്രം വെയർ വാസ് മംഗൾയാൻ ലോഞ്ച്ഡ്? മംഗൾയാൻ എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് മംഗൾയാൻ ലോഞ്ച് ചെയ്തത്. എന്നാണ്? November 5, 2013. November 5, 2013 മംഗൾയാൻ ലോഞ്ച് ചെയ്തത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഓക്കെ, എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ്. ആരായിരുന്നു? ഏത് ഏജൻസിയാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. മേ ബി ചോദിക്കാം ISROയുടെ ഫുൾ ഫോമിനകത്ത് ചിലപ്പോൾ S എന്താണ് അല്ലെങ്കിൽ R എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ISRO. ഓക്കെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ became the 4th സ്പേസ് ഏജൻസി ടു റീച്ച് മാസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4ാമത്തെ സ്പേസ് ഏജൻസിയാണ് മാസിലേക്ക് പോയത്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തേതും ഏഷ്യൻ കൺട്രിയിൽ നിന്നുള്ള ആദ്യത്തേതും വേൾഡിലെ തന്നെ പറയുമ്പോൾ സ്പേസ് ഏജൻസിയുടെ 4ാമത്തെയാണ്. ഓക്കെ, അപ്പോൾ ISRO ആയിരുന്നു ഏജൻസി. അപ്പോൾ ISRO എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ക്വസ്റ്റ്യൻ ചോദിക്കാം. 15th August 1969. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. ISRO ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമൊക്കെ ചോദിക്കും. ഓക്കെ, ISRO എസ്റ്റാബ്ലിഷ് ചെയ്തത് 15th August 1969 ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ്. ഓക്കെ, ഫസ്റ്റ് ചെയർമാന് വിക്രം സാരാഭായ് ആണ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഹെഡ് ക്വാർട്ടർ ബംഗളൂരു. ഓക്കെ, ഹെഡ് ക്വാർട്ടർ ബംഗളൂരു ആണ്. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ കറണ്ട് ചെയർമാൻ K. ശിവൻ. ഓക്കെ, കറണ്ട് ചെയർമാൻ ഓഫ് ISRO K. ശിവൻ ആണ്. ഓക്കെ, ഫ്രം മംഗൾയാൻ ലോഞ്ച് ചെയ്യുന്നത് എന്നാണ്? November 5, 2013. ചിലപ്പോൾ മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാം മംഗൾയാൻ ലോഞ്ച് ചെയ്ത വർഷം എന്നാണ് ചോദിക്കാം. 2013
2013 എവിടുന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഏത് ഏജൻസിയാണ്? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. അത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 15 ഓഗസ്റ്റ് 1969 ഹെഡ് ക്വാർട്ടർ ബംഗളൂരു ആണ്. ചെയർമാൻ ആരാണ്? K. ശിവൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, വേർ വാസ് പേപ്പർ ഇൻവെന്റഡ്? പേപ്പർ ഇൻവെന്റ് ചെയ്ത് എവിടെയാണ്? ആദ്യമായിട്ട് ചൈനയിലാണ്. ഓക്കെ, ചൈനയിലായിരുന്നു പേപ്പർ ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് റവല്യൂഷണറി ടുക്ക് ഹിസ് ഓൺ ലൈഫ്? ഇത് നോക്കണ്ട കേട്ടോ. വിച്ച് റവല്യൂഷണറി ടുക്ക് ഹിസ് ഓൺ ലൈഫ്? ആരാണ്? ഭഗത് സിംഗ് ആണോ? അല്ല, ചന്ദ്രശേഖർ ആസാദ്. ചന്ദ്രശേഖർ ആസാദ് ആണ് സ്വന്തമായിട്ട് ജീവൻ. ആസാദ് എന്ന് പറഞ്ഞ പേരിനർത്ഥം തന്നെ, ആസാദ് എന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം എന്താ? ആസാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിന്ദി മീനിങ് എന്താ? ഹിന്ദിയിലെ ആസാദ് എന്ന് പറഞ്ഞാൽ ഫ്രീ എന്നാണ്. ഓക്കെ, ആസാദ് എന്ന് പറഞ്ഞാൽ ഫ്രീ. ചന്ദ്രശേഖർ ആസാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര റവല്യൂഷണറി ഫൈറ്റർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ജീവനെടുത്ത്. എന്ന് വെച്ചാൽ നമുക്കറിയാം അലഹബാദിലെ ആൽഫ്രഡ് പാർക്ക്, അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ അദ്ദേഹത്തെ ഒറ്റി. അതിന്റെ പേരിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കലേ പോലീസുകാരെല്ലാം വരുന്നു. ഈ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് അദ്ദേഹത്തെ വളയുന്നു. അവിടെ ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തോക്കിനകത്തുനിന്ന് തന്നെ മൂന്ന് പോലീസുകാരെ വെടിവെച്ച് കൊല്ലുന്നു. ബാക്കി ഇനി ഒരു തരത്തിലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നറിയപ്പെടുമ്പോൾ കീഴടങ്ങാൻ അദ്ദേഹത്തിന് ഒട്ടും മനസ്സില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ബുള്ളറ്റിലെ അദ്ദേഹത്തിന്റെ തോക്കിലെ ലാസ്റ്റ് ബുള്ളറ്റ് വെച്ച് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. സോ അദ്ദേഹത്തിന്റെ പേര് തന്നെ ചന്ദ്രശേഖർ ആസാദ്. പേരിനകത്തുനിന്ന് തന്നെ അദ്ദേഹം ഭയങ്കര നമുക്ക് അറിയാൻ പറ്റും ഫ്രീ. ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി കൊടുത്തില്ല. അതുകൊണ്ട് എന്താണ് ഈ ആൽഫ്രഡ് പാർക്ക് ഇപ്പൊ അറിയപ്പെടുന്നത്? എന്താണ് ഇപ്പൊ ആൽഫ്രഡ് പാർക്ക് അറിയപ്പെടുന്നത്? ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്നാണ് കേട്ടോ. അലഹബാദിലെ ഈ ആൽഫ്രഡ് പാർക്ക് ഇപ്പൊ അറിയപ്പെടുന്നത് ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രം വെയർ ഇൻ ദ ഹ്യൂമൻ ബോഡി ക്യാൻ യു ഫൈൻഡ് ദ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എവിടെയാണ് കാണാൻ പറ്റുന്നത്? പാൻക്രിയാസിലാണ്. ഓക്കെ, നമുക്കറിയാം ജർമ്മൻ ഫിസിഷ്യൻ പോൾ ലാംഗർഹാൻസ് ആണ് ആദ്യമായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്തത് ഇൻ 1869. ഓക്കെ, പോൾ ലാംഗർഹാൻസ്, അങ്ങനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നുള്ള ഈ പേരിനകത്തുനിന്ന് തന്നെ നമുക്കറിയാം ജർമ്മൻ ഫിസിഷ്യൻ ആണ് പോൾ ലാംഗർഹാൻസ് ആണ് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് 1869. നോർമൽ ഹ്യൂമൻ പാൻക്രിയാസിനകത്ത് എത്രയുണ്ട്? 10 lakh ഐലറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഐലറ്റ്സിനകത്ത് 4 ടൈപ്പ് സെൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഡെൽറ്റ ആൻഡ് സി. ഓക്കെ, ആൽഫ, ബീറ്റ, ഡെൽറ്റ ആൻഡ് സി. അതിനകത്ത് ഈ ബീറ്റ സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബീറ്റ സെല്ലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാൻക്രിയാസിലുള്ളൊരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ്. ഓക്കെ, ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ്. അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോൺസിനെ റിലീസ് ചെയ്യും. എന്തിനു വേണ്ടി? റെഗുലേറ്റ് ഗ്ലൂക്കോസ് ലെവൽ. ഓക്കെ, ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന്. പാൻക്രിയാസിലുള്ള ക്ലസ്റ്റർ ഓഫ് സെൽസിന് പറയുന്നതാണ് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനകത്ത് 4 ടൈപ്പ് സെൽസ് ഉണ്ട്. അതിനകത്ത് ബീറ്റ സെൽസ് ആണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? പാൻക്രിയാസിലാണ്. ഓക്കെ, നമ്മുടെ സയൻസിന്റെ ക്ലാസ്സിനകത്ത് ഇതൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പോളിനേഷൻ ബൈ വിൻഡ്. പോളിനേഷൻ ബൈ വിൻഡിന് പറയുന്ന പേരെന്താണ്? അനിമോഫിലി. പോളിനേഷൻ ബൈ വിൻഡ് ഈസ് കോൾഡ് അനിമോഫിലി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വേർ ക്യാൻ യു ഫൈൻഡ് കുഞ്ചിക്കൽ വാട്ടർഫോൾ? കുഞ്ചിക്കൽ വാട്ടർഫോൾസ് നമുക്കറിയാം. കുഞ്ചിക്കൽ വാട്ടർഫോൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? കർണാടകയിലാണ് ഈ കുഞ്ചിക്കൽ വാട്ടർഫോൾസ് കാണപ്പെടുന്നത്. കാരണം ഇമ്പോർട്ടൻ്റ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഷുവറായിട്ട് റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ കുഞ്ചിക്കൽ വാട്ടർഫോൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? കർണാടകയിലാണ്. ഏത് റിവർ കാരണമാണ്? വരാഹി റിവർ. മേ ബി ഇതായിരിക്കും ക്വസ്റ്റ്യൻ. കുഞ്ചിക്കൽ വാട്ടർഫോൾസ് ഏത് റിവർ കാരണമാണ് ഫോം ചെയ്തത്? ഏതാണ്? വരാഹി റിവർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഷുവറായിട്ടും പരീക്ഷയ്ക്ക് വരാൻ പോകുന്നതാണ്. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻസോട് കൂടി നമ്മുടെ ക്ലാസ്സസ് കാണണം, നമ്മുടെ വീഡിയോസ് കാണണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയണം, നമ്മുടെ അക്കാഡമിയെ കുറിച്ച് പറയണം. ഓക്കെ, ഇനി ഈ ഹൈറ്റ് ഓഫ് ഫോൾ എത്രയാണ്? 455 മീറ്റർ ആണ്. ഓക്കെ, കുഞ്ചിക്കൽ വാട്ടർഫോൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? കർണാടകയിലാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മിനിമം ഏജ് ഓഫ് ഗെറ്റിംഗ് ഇലക്ടഡ് ടു ലോകസഭ? ലോകസഭയിലേക്ക്
ഇലക്ട് ചെയ്യാനുള്ള മിനിമം ഏജ് എന്താണ്? 25 ഇയേഴ്സ് ആണ്. ഓക്കെ, 25 ഇയേഴ്സ് ആണ്. അപ്പൊ രാജ്യസഭയോ? രാജ്യസഭ, ഓക്കെ, രാജ്യസഭ ഒരു രാജാവിനൊക്കെ കുറഞ്ഞ എന്ത് വേണം? ഒരു 30 വയസ്സ് ഇരിക്കട്ടെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ലോകത്തിലെ ചെറിയ മനുഷ്യർക്ക് അടുത്തത് മതി 25 വയസ്സുള്ള ആൾക്കാർ, രാജാവിനൊക്കെ 30 വയസ്സ്, അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ മിനിമം ഏജ് ഓഫ് ഗെറ്റിംഗ് ഇലക്ടഡ് ടു ലോകസഭ 25 ഇയേഴ്സ്. രാജ്യസഭ എന്താണ്? 30 വയസ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ആർട്ടിക്കിൾ 79, 80, 81. ഓക്കെ, ഇതെന്താണ്? ആർട്ടിക്കിൾ 79 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പാർലമെന്റ്. ഓക്കെ, തെറ്റിപ്പോലെ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മറക്കത്തില്ല. ആർട്ടിക്കിൾ 79 പാർലമെന്റിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 80 എന്താണ്? രാജ്യസഭയെ കുറിച്ചാണ് പറയുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ രാജ്യസഭ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിൾ മീൻസ് ലോകസഭ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 79 പറയുന്നത് പാർലമെന്റിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 80 പറയുന്നത് രാജ്യസഭയെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 81 പറയുന്നത് ലോകസഭയെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഷുവർ ആണ് ചോദിക്കും. അടുത്ത ദിവസം എഗെയിൻ ഒരു 25 ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമ്മൾ ഈ ഒരു സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. കാരണം ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം എക്സാംസ് വരാൻ പോവുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പ്രീവിയസ് ഇയർ പറയുമ്പോൾ അതിൻ്റെ കൂടെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും എന്തെങ്കിലും അവിടെ നടന്നിട്ടുള്ളതോ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഒരിക്കലും നിങ്ങൾക്കൊരു വേസ്റ്റേജ് ആവത്തില്ല. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ അറിവും എന്താണ്? വിലപ്പെട്ടതാണ്. അപ്പോൾ എന്താണ്? നമ്മുടെ ക്ലാസ്സസ് കാണാൻ നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം. എന്തെങ്കിലും മാറ്റം വരുത്താനാണെങ്കിൽ പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ ആരും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക്